സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം അതിൽ ദാവീദ് രാജാവ് ഇങ്ങനെ എഴുതി വെച്ചു: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകൾ നമ്മളിലും നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലും നമ്മുടെ സാമ്പത്തികമായി ഭൗതികമായി സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, നമ്മുടെ ഭാവി സുരക്ഷിതമായി തീരുമ്പോൾ, നല്ല ജോലി ലഭിക്കുമ്പോൾ, നല്ല വീടുണ്ടാകുമ്പോൾ, അങ്ങനെ പുറമേയുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം നല്ലതായി വരുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമായി തീരുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ദാവീദ് മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു: പിതാവേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രാജാവായിരിക്കുന്ന ദാവീദിന് തൻ്റെ രാജപദവിയോ തൻ്റെ രാജകൊട്ടാരമോ രാജകോലാഹലങ്ങളോ നല്ല ആഹാരമോ ഒന്നുമല്ലായിരുന്നു തൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകിയിരുന്നത്. ആത്മാവിൽ കർത്താവ് വീണ്ടെടുപ്പിൻ്റെ രക്ഷയെ നൽകിയതായിരുന്നു. ഒരിക്കൽ ആ രക്ഷ നഷ്ടപ്പെട്ടു പോയപ്പോൾ ദാവീദ് രാജാവിന് മനസ്സിലായി, തൻ്റെ ചുറ്റുമുള്ള സമ്പത്തിനോ അധികാരത്തിനോ ഒന്നും ഈ സമാധാനവും ഈ സന്തോഷവും എനിക്ക് തരാൻ കഴിയുകയില്ല. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, യഹോവേ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കും. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ സമ്പത്ത് നമ്മളിൽ ഉണ്ടായിരിക്കും, നല്ല ജോലി ഉണ്ടായിരിക്കും, അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളും വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം രക്ഷയുടെ സന്തോഷം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം: കർത്താവേ, എൻ്റെ വീണ്ടെടുപ്പിൻ്റെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് തിരികെ തരണമേ. രക്ഷയുടെ സന്തോഷത്താൽ എന്നെ നിറയ്ക്കണമേ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.